SDPI സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അഷ്റഫ് മൗലവി മൂവാറ്റുപുഴ ചേരുന്നു. ശ്രീ അഷ്റഫ് മൗലവി, നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് എന്താണ് സന്ദേഹങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തവണ്ണം പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യ പ്രതികരണം എന്താണ്? ഞങ്ങള് രാജ്യത്തിന്റെ ഭരണഘടനയിലും നീതിന്യായ വ്യവസ്ഥയിലും പാർലമെന്ററി സംവിധാനത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു നിലപാട് പറഞ്ഞു. അത് വോട്ട് ചെയ്യും, അതൊരു രാഷ്ട്രീയ വോട്ടായിരിക്കും, അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൽ. ആ നിലപാട് പറഞ്ഞു. അവരവരുടെ ഒരു നിലപാട് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന ഒന്നും അതിലുണ്ടായിട്ടില്ല. കാരണം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമല്ല ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ സ്വതന്ത്രമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അവർ സ്വതന്ത്രമായി ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കും. അതിനപ്പുറത്ത് നിങ്ങൾ UDF പിന്തുണ പ്രഖ്യാപിക്കുന്നു, അവർ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ആ പിന്തുണ പിൻവലിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ ഹാഷ്മി. ശരിയാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു ആത്മാഭിമാനമില്ലേ അഷ്റഫ് മൗലവി? അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് UDF പിന്തുണ പ്രഖ്യാപിക്കുന്നു, അവർ പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനത്തിലേക്ക് ക്ഷതം കൂടിയല്ലേ? പിന്തുണ പിൻവലിക്കൽ ആലോചനയുണ്ടോ? ഇപ്പൊ മുസ്ലിം ലീഗിനോട് അവരുടെ ഐഡന്റിറ്റി മാറ്റിവെക്കാൻ പറഞ്ഞതിനേക്കാൾ വലിയ ആത്മാഭിമാന പ്രശ്നത്തിൽ വന്നിട്ടില്ല. ഐഡന്റിറ്റി മാറ്റിവെക്കാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ പതാക അവരുടെ ഐഡന്റിറ്റിയാണ്. അത് അവർക്ക് സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ, അവർ നിർണായകമായ പാർലമെന്റ് മണ്ഡലത്തിൽ അത് ആ നിങ്ങളുടെ സിമ്പല് മാറ്റി വെച്ചുകൊണ്ട്, ഐഡന്റിറ്റി മാറ്റി വെച്ചുകൊണ്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മാഭിമാന പ്രശ്നം ഞങ്ങൾക്ക് വന്നില്ല. ഞങ്ങൾ UDF ഘടകകക്ഷിയല്ല. ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ധാരണകളൊന്നുമില്ല. ദീർഘകാലമായ ഒരു മുന്നണിക്ക് രൂപം കൊടുത്ത UDF രണ്ടാമത്തെ കക്ഷിയും MLA-മാരുടെ അംഗബലത്തിൽ തത്തുല്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു പാർട്ടി, അതിൽ കുറെ മുസ്ലിം ഭൂരിപക്ഷ പാർട്ടി എന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് സ്വീകരിച്ച ഈ സമീപനത്തിൽ അവർക്കുണ്ടായ ഒരു ആത്മാഭിമാന പ്രവർത്തകൾ വലുതൊന്നും യാതൊരു ബന്ധം UDF-മായി ഇല്ലാത്ത ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ ഞങ്ങൾക്കുണ്ടോ? അല്ല, പിന്തുണ തീരുമാനം പിൻവലിക്കുമോ അഷ്റഫ് മൗലവി? ഞാൻ നേരിട്ടല്ല ചോദിക്കുന്നത്. പിന്തുണ തീരുമാനം പിൻവലിക്കാൻ ആലോചനയുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ല. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ല. അപ്പൊ SDPI പ്രവർത്തകരോട് UDF തന്നെ വോട്ട് ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ പറയുക? ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. ആ നിലപാട് ചർച്ച ചെയ്യും. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് LDF വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപിടി വിഷയങ്ങൾ നിങ്ങളൊരു കുറിപ്പായി വായിക്കാനിടയായി. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തായാലും മാറ്റം വരാനുള്ള സമയമില്ല. അതുകൊണ്ട് വോട്ട് LDF എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ സമയമായിട്ടുമില്ല, അല്ലേ അഷ്റഫ് മൗലവി? അതെ ഹാഷിമി, ഞാൻ പറഞ്ഞത് ഇതിപ്പോ അടിയന്തരമായി എന്തോ ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഒരു ടെൻഷനും ഇതിൽ വന്നിട്ടില്ല. പരസ്പരമുള്ള എന്തെങ്കിലും ധാരണ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അതൊരു പ്രശ്നമാണ്. ഇത് ധാരണയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടില്ല. ആത്മാഭിമാന പ്രശ്നമാണെങ്കിൽ അത് പാർട്ടി അതിന്റെ ആത്മാഭിമാന ബോധത്തിൽ കൊണ്ടുവന്നെടുത്തൊരു ഒരു പക്വമായ രാഷ്ട്രീയ നിലപാടാണ്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി പൗരന്മാരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന യുക്തി ന്യായമൊക്കെ അവരാണല്ലോ പറയേണ്ടത്. അല്ല, അപ്പോൾ ഈ പിന്തുണയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചേരുന്ന സംസ്ഥാന സമിതി അധികം വൈകാതെ ഉണ്ടാകുമോ അഷ്റഫ് മൗലവി? നമ്മളത് അടിയന്തരമായി ഒന്നും അല്ലെങ്കിലും വൈകാതെ ഇരിക്കും. ഇന്ന് ഇരുന്ന് നാളെ ഇരിക്കേണ്ട സാഹചര്യം ഇല്ല. അങ്ങനെ ഇരിക്കും, ചർച്ച ചെയ്യും. അല്ല, അതിൽ UDF പിന്തുണ പിൻവലിക്കണോ എന്ന കാര്യമാകുമോ ചർച്ചയാവുക? അല്ല, ഈ പറഞ്ഞത് അവരുടെ സമീപനം, ഈ പ്രതികരണത്തിന്റെ രീതി ചർച്ച ചെയ്യും. എന്നിട്ട് അവിടെ ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കും. നിങ്ങളുടെ സംഘടനയെ തൊട്ടുകൂടാൻ കൊള്ളാത്തവരാണ് എന്നുകൂടി പറയലായിരുന്നില്ല ഇന്ന് പ്രതിപക്ഷ വാർത്താ സമ്മേളനത്തിൽ? അവരെന്താ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നമല്ല ഹാഷിമി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാട് ന്യായവും യുക്തിയും രാഷ്ട്രീയ സാഹചര്യവും ദേശീയ പശ്ചാത്തലങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ന്യായം. ഏതെങ്കിലും തരത്തിൽ അനൗദ്യോഗികമായെങ്കിലും ഏതെങ്കിലും മുന്നണികളുമായുള്ള ബന്ധപ്പെടൽ നിങ്ങളുമായി ഉണ്ടായിട്ടുണ്ടോ അഷ്റഫ് മൗലവി? LDF UDF? ഞങ്ങൾ അങ്ങനെ ഒരു ഔദ്യോഗികവും പ്രഖ്യാപിതവുമായ ഒരു പിന്തുണയോ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മുന്നണികളായിട്ട്. അത് ഞാൻ അനൗദ്യോഗികം എന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ഫോൺ വിളികൾ. കല്യാണ വീട്ടിൽ വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും പാർട്ടി നിങ്ങളുടെ നിലപാട് വോട്ട് ഞങ്ങൾക്കായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന സ്വാഭാവിക ചോദ്യം ഉണ്ടല്ലോ. അതൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും. UDF-മായി ചർച്ച എന്തെല്ലാം അങ്ങനെ ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല, അല്ലേ ശ്രീ അഷ്റഫ് മൗലവി? അശ്വിൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമല്ലേ അത്.
ഓക്കെ, താങ്ക് യു അഷ്റഫ് മൗലവി. എന്തായാലും SDP പിന്തുണ വേണ്ട എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറയുന്നു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനമാണ്. അത് അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല. പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിന് മാറ്റമില്ല. പക്ഷേ ആ പിന്തുണ വേണ്ട എന്ന് പറയുന്നതിനെ അവർ സംസ്ഥാന സമിതി കൂടും, സംസ്ഥാന സമിതി ഇരിക്കും, അതിൽ വീണ്ടും ചർച്ച ചെയ്യും, വീണ്ടും ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനം അറിയിക്കാം എന്ന് പറയുകയാണ് അഷ്റഫ് മൗലവി.